പല വെറൈറ്റി ടൈപ്പ് ദോശകൾ നമ്മൾ റെഡിയാക്കാറുണ്ടല്ലേ. ദേ നല്ല ഓറഞ്ച് കളറിൽ ഈ മാവ് എന്ത് വെച്ച് റെഡിയാക്കിയിട്ടുള്ളതാണെന്നൊന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു ദോശയാണ്. വേറെ ഒന്നുമല്ല, മസൂർ ദാലില്ലേ, ആ ഓറഞ്ച് കളറുള്ള പരിപ്പ്, അത് വെള്ളത്തിൽ കുതിർത്ത് അധികം സമയമൊന്നും എടുക്കില്ല, അരച്ച് നമുക്ക് 1 മണിക്കൂറിനുള്ളിൽ നമുക്ക് ദോശ ചുട്ടെടുക്കാം കേട്ടോ. തലേ ദിവസം സോക്ക് ചെയ്യാൻ വെക്കണ്ട, അരച്ച് വെക്കണ്ട, ഇത് രാവിലെ തന്നെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയതാണ്. പരിപ്പ് ഒരു 1-2 മണിക്കൂർ ഒന്ന് കുതിർത്താൽ മതി. എന്നിട്ട് പെട്ടെന്ന് അരച്ച് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ദോശയാണിത്. ഇതിനായിട്ട് കുതിർത്ത് വെച്ച് പരിപ്പ് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. ഒരു 2-3 പീസ് ഇഞ്ചിയും ഒരു 4-5 വെളുത്തുള്ളിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട്, ഞാനപ്പോൾ പരിപ്പ് കുതിർക്കാൻ യൂസ് ചെയ്ത വെള്ളം തന്നെയാണ് ഒഴിച്ചിട്ടുള്ളത്. എന്നിട്ട് നല്ല ഫൈനായിട്ട് നമുക്ക് അരച്ചുകൊണ്ട് വരാം. കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ പേസ്റ്റ് ആക്കി എടുക്കാം കേട്ടോ. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചുട്ടെടുക്കാം. ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഞാനപ്പോൾ തക്കാളി ചട്നിയാണ് കേട്ടോ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ തക്കാളിയൊക്കെ നല്ലോണം വഴറ്റി അത് മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ പേസ്റ്റ് ആക്കി അരച്ചൊന്ന് താളിച്ചെടുത്ത് അത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. അപ്പോൾ ഇതാ പാനിലേക്ക് 2-3 തവി ദോശമാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ പരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. എപ്പോഴും നമ്മൾ ഒരേ ടൈപ്പ് ദോശ ഉണ്ടാക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ വെറൈറ്റി ദോശകൾ ഉണ്ടാക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. പിള്ളേർക്കൊക്കെ നല്ലതുപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ ഇതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യാണ് കേട്ടോ ഇതിൽ ഇത്തിരിയും കൂടി ടേസ്റ്റ് കൂട്ടുന്നത്. വെളിച്ചെണ്ണയിൽ നല്ലത് നെയ്യ് തന്നെയാണ്. അപ്പോൾ ഇത് നല്ലതുപോലെ മൊരിഞ്ഞതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. മറിച്ചിട്ട് അധികം സമയമൊന്നും വെക്കണ്ട കേട്ടോ, അപ്പം തന്നെ നമുക്ക് എടുക്കാം. ഇത് വേണമെങ്കിൽ നമുക്ക് എഗ് ദോശയാക്കി എടുക്കാം. എഗ്ഗ് നല്ലതുപോലെ ബീറ്റ് ചെയ്ത് ഇതിന് മുകളിൽ ഒഴിച്ചിട്ട് അങ്ങനെയും റെഡിയാക്കി എടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ഉഴുന്നും അരിയൊക്കെ വെച്ചിട്ടുള്ള ദോശയല്ലേ റെഡിയാക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലത്തെ വെറൈറ്റി ദോശ ഒന്ന് റെഡിയാക്കി നോക്കണം കേട്ടോ. അപ്പം റെഡിയാക്കി നോക്കിയിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായി വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.